ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലത്തെ ഒരു ഫാമിലി മീറ്റപ്പിൻ്റെ വീഡിയോ ആണ്. ഉമ്മക്ക് 5 ജ്യേഷ്ഠത്തിമാരാണുള്ളത്, ബ്രദേഴ്സ് ഒന്നുമില്ല. ഒരു മൂത്തമ്മ തലേന്ന് തന്നെ വന്നിനു, എൻ്റെ വീട്ടിൽ തന്നെ നിന്നിനത്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നത് വേറൊരു മൂത്തമ്മാൻ്റെ അവിടെയാണ്. ഞങ്ങളെല്ലാവരും ഒരു 10-11 മണിയായപ്പോഴത്തേനും മൂത്തമ്മാൻ്റെ അടുക്ക് എത്തി. 2 ട്രിപ്പിന് പോകുന്നൊക്കെയാണ്. ഞങ്ങൾ ആദ്യം പോന്നു, പിന്നെ ഉമ്മയും അനിയത്തിയൊക്കെ ബാക്കിൽ വരികയാണ്. അവിടെ എത്തി ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയപ്പോഴത്തേനും ഉമ്മയും അനിയനൊക്കെ വന്നു. പിന്നെ ഇത് എൻ്റെ ഉമ്മാൻ്റെ നേരെ ജ്യേഷ്ഠത്തിൻ്റെ മോളാണ്. എൻ്റെ അമ്മയാണ് ചെറുത്, അതിൻ്റെ മേലുള്ള ഏട്ടത്തിൻ്റെ മോളാണ്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ലഞ്ചൊക്കെ റെഡി ആയിട്ടോ. ചോറിന് ചക്കക്കൂട്ടാനും കർമൂസക്കറിയും പിന്നെ മീനുണ്ടേനു. ഞങ്ങൾ പ്രത്യേകം പറഞ്ഞതേനു നാടൻ ഭക്ഷണം മതിയുള്ളത്. കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞി ഉണ്ടേനു കേട്ടോ. അപ്പോൾ അടുത്ത ടീംസ് എത്തിന്. ഇത് എൻ്റെ കൂടെ ഓട്ടോയിലൊരു മൂത്തമ്മ പോകുന്നില്ലേ, ആ മൂത്തമ്മാൻ്റെ 2 മക്കളാണ് കേട്ടോ. ആ മൂത്തമ്മക്ക് 5 പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ്. പിന്നെ ഇതാണ് ഈ വീട്ടിലത്തെ ഗ്രഹനാഥ, രണ്ടാമത്തെ മൂത്തമ്മയാണ്. മൂത്തമ്മക്ക് വേറൊരു പരിപാടി ഉണ്ടേനു കേട്ടോ, അവിടുന്ന് വരികയാണ്. ഇത് മൂത്തമ്മാൻ്റെ മോളാണ്, ആളൊരു ബേക്കറാണ്. ഞങ്ങളെല്ലാവരും കുറേ നേരം വർത്താനം പറയുന്നു. ഇനിയും കുറേ ആൾക്കാർ വരാണ്ട്. ക്ഷീണം മാറ്റാൻ ഇതേപോലെ സിപ്പപ്പായിട്ടും ഐസായിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തിന്നുന്നുണ്ട്. ഇപ്പോൾ ഇത്ര ആൾക്കാരെ എത്തിയിട്ടുള്ളൂ, ഇനി കുറച്ച് ആൾക്കാരും കൂടി വരാണ്ട്. എൻ്റെ 5 മൂത്തന്മാരിൽ 2 മൂത്തന്മാരെ കുറച്ച് ലോങ്ങൊക്കെ കെട്ടിച്ചു കേട്ടോ. ഒരാളെ നിലമ്പൂർക്കും ഒരാളെ പരപ്പനങ്ങാടി. നിലമ്പൂരത്തെ മൂത്തമ്മാണ് എൻ്റെ കൂടെ നേരത്തെ ഓട്ടോയിൽ വന്നത്. പരപ്പനങ്ങാടിത്തെ മൂത്തമ്മക്ക് വരാൻ കഴിയുന്നുണ്ടാവില്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അപ്പം മക്കൾ വരാവും. പിന്നെ ഈ വരുന്നതാണ് ഈ വീട്ടിലത്തെ ഒരേ ഒരു ആൺതരി. ഞങ്ങൾ 5 മൂത്തന്മാർക്കും, അതായത് 6 പെൺകുട്ടികളാണ് ടോട്ടൽ. അതിൽ 6 പെൺകുട്ടികൾക്കും ഓരോന്ന് വെച്ച് പഠിച്ചോ കണ്ണറ്റാക്കാൻ ഓരോ ആൺകുട്ടികളാണ് കൊടുത്തത്. അങ്ങനെ ടോട്ടൽ 6 ആൺകുട്ടികളെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളൂ. ഞങ്ങൾ ഓനെ വെയിറ്റ് ചെയ്തിരിക്കാനും കേക്ക് കട്ട് ചെയ്യാൻ. ഓനക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഓൻ വന്നത്. അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണ് കേക്കിന്റെ ഓണർ. സ്വന്തമായിട്ട് പേജൊക്കെ ഉണ്ട്. ഓണർ ആങ്ങളാണത്. പേജ് ഞാൻ അടിയിൽ കൊളാബ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. ട്രാവൽ സ്റ്റോറി. കാര്യമായിട്ട് പൈസ ഉണ്ടാക്കുക, പോവാ പട്ടിണി എടുക്കുക, വീണ്ടും പൈസ ഇവൻ്റെ ഒരു പരിപാടി എന്താ വെച്ചാൽ പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, ട്രിപ്പ് പോവുക. ഇങ്ങനെ ഒരു ലെവലിലാണ് ഓൻ പോയോണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓനെ കിടന്നിങ്ങനെ ഊക്കും. കേക്ക് കട്ടിങ്ങിന് ശേഷം പിന്നെ ഗെയിംസ് ചെയ്യുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഗ്ലാസ് ഇങ്ങനെ നിരത്തിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ തട്ടാതെ നടക്കാനാണ്. പക്ഷെ എല്ലാവരും തലങ്ങും വിലങ്ങൊക്കെയാണ് പോകുന്നത് കണ്ടാണത്തോണ്ട്. സംഭവം നല്ല അടിപൊളി. എല്ലാവരും കളിച്ചു കേട്ടോ. പക്ഷേ ചിലവരൊന്നും വീഡിയോയിൽ ആഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഓല ആഡ് ചെയ്തിട്ടില്ല. കുറേ ഗെയിംസ് പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് എല്ലാം കൂടെ കളിക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. എന്നാലും ഞങ്ങൾ പരമാവധി എൻജോയ് ചെയ്തിട്ട് ഗെയിംസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ചാടിച്ചു. ഇനി ഞങ്ങൾക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പോകണം. അപ്പോൾ ഞങ്ങൾ വെയിൽ പോകുന്നതിൻ്റെ മുന്നേ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തെടുക്കാൻ പോവാ? വീഡിയോ എടുക്കാൻ. ഓരോന്ന് ഒരുങ്ങി വരുന്നുള്ളൂ. എന്താണ് സംഭവം? എന്താ ഞാൻ എല്ലാരും ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതെന്റെ ഒരു കസിൻ. ഞങ്ങളെ കുടുംബത്തിൽ ആകെ 6 ആൺകുട്ടികളാണുള്ളത്. ഗൈസ് ഞാൻ എല്ലാരും പരിചയപ്പെടുത്തി തരാം. ഇത് മൈ സിസ്റ്റർ, വൺ ആൻഡ് ഓൺലി സിസ്റ്റർ. ഇനി അടുത്തത് ഇത് എന്റെ അനദർ സിസ്റ്റർ ഓഫ് ഇമ്മച്ചിന്റെ ഏട്ടത്തിക്ക് 6 ഇമ്മച്ചിന്റെ ഏട്ടത്തിയാണ് 5 ഇമ്മച്ചിക്ക് ഏട്ടത്തിയാണ് 5. ഒരേട്ടത്തിന് 5 പെൺകുട്ടികളിൽ നാലാമത്തെ. ഇത് അവിടെ വേറെ മൂത്തമ്മാന്റെ 1ാമത്തെ സല്ലതി 3 കുട്ടികളെ. സോറി, 5ാമത്താണല്ലോ. കൊറേ ഉണ്ടായോണ്ട് ഞങ്ങനെ കൺഫ്യൂഷനാ. ഞാൻ എല്ലാരും വിസ്തരിച്ച് പരിചയപ്പെടുത്താം. എനിക്ക് ആദ്യം ഒന്ന് പഠിക്കണം. അപ്പൊ ഇതാണ് ഞങ്ങളെ കസിൻസ് ഗ്യാങ്. ഇതിൽ ഇനിയും കുറെ ആൾക്കാർ വരാണ്ട് കേട്ടോ. അപ്പൊ വന്നവരെ വെച്ച് വീഡിയോ ചെയ്ത് ചെറുതെന്ന് പരിചയപ്പെടുത്തി തരാം. എന്റെ അമ്മച്ചാണ് ചെറുത്. ഞങ്ങൾ 3 പേരാണ്, ഞാനും അനിയത്തിയും. പിന്നെ അമ്മച്ചിനെ നേരെ ജ്യേഷ്ഠത്തിക്ക് ഒരു മോളും ഒരു മോനാണുള്ളത്. മോൻ അബ്രോഡാണ്. മോളെ ഞാൻ ഫസ്റ്റ് ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആളിപ്പം ഈവനിങ് ഒരു വേറെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങോട്ട് പോയത്. രണ്ടാമത്തെ ജ്യേഷ്ഠത്തിന്റെ മക്കളാണ് ഈ 3 ആൾക്കാർ. 3ാമത്തെ ജ്യേഷ്ഠത്തിന്റെ മക്കളാണ് ഈ 4 പേര്. 6 മക്കളാണ് നേരത്തെ പറഞ്ഞല്ലോ. ഒരു മോനും ഒരു മോളും വന്നിട്ട്. 4ാമത്തെ ജ്യേഷ്ഠത്തിക്ക് ഒരു മോൻ മാത്രമേ ഉള്ളൂ. ആളെയും കിട്ടി. 5ാമത്തെ ജ്യേഷ്ഠത്തെയാണ് പരപ്പനങ്ങാടിയുള്ള മുത്തമ്മക്ക് 3 മക്കളാണ്, ഒരാണും 2 പെണ്ണും. ഓലൊക്കെ നൈറ്റേ വരുള്ളൂ കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് നേരെ നല്ല ഇരുട്ടിന് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നൈറ്റിക്കുള്ള ഫുഡൊക്കെ റെഡി ആവുന്നുണ്ട്. ഫാൻ മീറ്റ് മൊമെന്റ് എന്റെ വീഡിയോ ആണ് കണ്ടോണ്ടിരിക്കുന്നത്. എന്റെ വലിയ ഫാനാണ് അല്ലേ? ഭീഷണി പിടിച്ചാറി നോക്കണോ? ഇത് വേറെ ഫാൻ, ഇതിന്റെ മേത്തൊന്നും പോവില്ല. അങ്ങനെ പരപ്പനങ്ങാടിത്തെ മൂത്തമ്മാന്റെ മക്കൾ എത്തിയിട്ടുണ്ട്. ഇത് ആണ് അവിടുത്തെ 2 പെൺകുട്ടികളും. എല്ലാരും വന്നപ്പോത്തിന് പിന്നെ നല്ല രസമായിട്ടോ. ഇപ്പൊ ഹൗസ്ഫുൾ ആയിക്കണോ. പിന്നെ ലേറ്റ് ആക്കാതെ നമ്മൾ ഫുഡ് വിളമ്പാൻ തുടങ്ങി. നൈറ്റിക്ക് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് വരട്ടും കച്ചമ്പറും അച്ചാറും പപ്പടും അങ്ങനെയൊക്കെ ഉണ്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മളൊരു കസിൻ കോൾ ചെയ്യണത്. ഇതാണ് ഞാൻ പറഞ്ഞ മെച്ചിന്റെ നേരെ ജ്യേഷ്ഠത്തിന്റെ
അബ്രോഡുള്ള മോനാണിത്. ഈ ടൈമിൽ കുറേ ആൾക്കാരെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവനിപ്പോൾ അടുത്താ പോയത്. നല്ല മിസ്സിങ് ഉണ്ട് ഇവനെ. മക്കൾ മാത്രമല്ല മരക്കളും ഉണ്ട് അബ്രോഡ്. എല്ലാവരും ഈ അവസരത്തിൽ നന്നായി മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടിപ്പടകൾക്കൊക്കെ ആദ്യം ഫുഡ് കൊടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളുമാർ സൈഡിൽ കൂടെ തട്ടുന്നുണ്ട്, വേറെ കാര്യം. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, അതായത് കറമ്പക്ക് തന്നെ തിരിച്ചു പോരണം. അപ്പോൾ എല്ലാവരും കൂടി ചായ എടുക്കാനും ഇറങ്ങലായി, ഇന്നെ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോരുകയാണ്. ടൈം ഏകദേശം 11 മണി ആയിക്കോട്ടോ രാത്രി. എനിക്ക് പിറ്റേ ദിവസം ഒരു ബ്രൈഡൽ വർക്ക് ഉണ്ട്. അതാണ് ഞാൻ അത്ര തിരക്കിട്ട് പോകണം. എല്ലാവരും കൂടെ ഒന്ന് സ്റ്റേ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിനി, പക്ഷെ നമുക്കത് മിസ്സായി. കസിൻസ് എല്ലാവരെയും ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. കുട്ടികളും മക്കളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർ അവിടെ തന്നെ നിന്ന് പോരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളാണ് പോണത്. കുറേ ലോങ് ഒന്നും പോണില്ല, കാരണം ഓൾറെഡി ലേറ്റ് ആണ് ഇപ്പം. അപ്പോൾ പിന്നെ എനിക്ക് ഉറങ്ങും വേണം, പിറ്റേന്ന് വർക്കിന് പോകാനുള്ളതല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ ലേറ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് എക്കാപ്പറമ്പനുള്ള കസീമക്കാണ് നമ്മൾ പോയത്. അങ്ങനെ ചായയും ടൈമും ഒക്കെ ആയിട്ട് ഞങ്ങളെല്ലാം കഴിച്ചിട്ട് പോകും. പിന്നെ എന്നെ വീട്ടിലേക്കാക്കിയിട്ട് ഓല് തിരിച്ച് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.